ആദ്യമായി എന്താണ് ഫാറ്റി ലിവർ എന്ന് നോക്കാം. ഫാറ്റി ലിവർ എന്നാൽ കരളിൽ അമിതമായി കൊഴുപ്പടിയുന്നതാണ് ഫാറ്റി ലിവർ. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് കൊളസ്ട്രോളിൻ്റെ അസുഖം, അല്ലെ കൊളസ്ട്രോൾ രോഗം എന്നുള്ളത്. കൊഴുപ്പ് ബ്ലഡിൽ നമ്മുടെ രക്തത്തിൽ വരുന്നതാണ് കൊളസ്ട്രോളിൻ്റെ അസുഖം എന്ന് പറയുന്നത്. എന്നാൽ കരളിൽ കൂടുതൽ കൊഴുപ്പടിയുന്നതാണ് ഫാറ്റി ലിവർ. അപ്പം അത് വളരെ വ്യക്തമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു നിശബ്ദ കൊലയാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ് ഫാറ്റി ലിവർ. കാര്യം ആ രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അല്ലെ അതിൻ്റെ മധ്യഘട്ടത്തിൽ രോഗിക്കോ മറ്റുള്ളവർക്കോ ഈ അസുഖമുണ്ടെന്നുള്ളത് ഒരിക്കലും മനസ്സിലാവുന്നില്ല. കാര്യം വളരെ സൈലൻ്റ് ആയിരിക്കും, ഒരു രോഗലക്ഷണവും കാണത്തില്ല. ഈ കരളിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടി വരുമ്പോൾ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും വർഷങ്ങൾക്ക് ശേഷം അത് കരൾ വീക്കം അല്ലെങ്കിൽ കരൾ ക്യാൻസർ എന്ന അസുഖങ്ങൾക്ക് മാറുമ്പോൾ മാത്രമായിരിക്കും രോഗിക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. ഒരു തവണ രോഗിക്ക് കരൾ വീക്കം വന്നു കഴിഞ്ഞാൽ പിന്നീട് രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, ബോധക്കേട് വരിക, മഞ്ഞപ്പിത്തം വരിക തുടങ്ങിയ ലക്ഷണങ്ങൾ വരാം. എന്നാൽ ആദ്യഘട്ടത്തിൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് വഴി മാത്രമേ രോഗിക്ക് ഈ അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്താണ് യഥാർത്ഥ പ്രശ്നം നമുക്ക് നോക്കാം. പണ്ട് കാലത്ത് നമുക്ക് അല്പം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും സുഭിക്ഷമായ ഭക്ഷണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരീരം കൊഴുപ്പിൻ്റെ രീതിയിൽ കരളിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷേ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജീവിതശൈലി മാറുമ്പോഴത്തേക്കും നമുക്ക് ഭക്ഷണത്തിനുള്ള ദാരിദ്ര്യം ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ നിത്യേന നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ അമിതമായ ഭക്ഷണം ശരീരത്തിൽ കൊഴുപ്പിൻ്റെ രൂപത്തിൽ പല ഭാഗത്തും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരിടം തന്നെയാണ് ലിവർ കൊഴുപ്പ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വന്നതിന് ശേഷം ആവശ്യത്തിന് കായികാധ്വാനം ഇല്ലാത്തതും നമുക്ക് കരൾ രോഗത്തിലേക്ക്, പ്രത്യേകിച്ച് ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായിട്ട് എത്തിയിട്ടുണ്ട്. ഈ രോഗം നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ വ്യായാമം, ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമം മൂലം നമുക്ക് ഫാറ്റി ലിവർ മൂർച്ഛിക്കുന്നത് തടയാം. ഫാറ്റി ലിവർ യഥാർത്ഥത്തിൽ കരളിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഇത് മറ്റൊരു വസ്തുതയാണ്. ഫാറ്റി ലിവർ കൊഴുപ്പടിയുന്നത് കരളിൽ മാത്രമല്ലാത്തതുകൊണ്ട് അത് ഹൃദ്രോഗത്തിന് കാരണമായിട്ട് വരാം. ഫാറ്റി ലിവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ഒരു മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസീസിൻ്റെ പാർട്ടായിട്ടാണ്. അപ്പോൾ ഫാറ്റി ലിവറുള്ള ആൾക്കാർക്ക് കാലക്രമേണ, അതായത് വർഷങ്ങൾ കഴിയുമ്പോൾ ഷുഗറിൻ്റെ അസുഖം, പ്രഷറിൻ്റെ അസുഖം, അമിതവണ്ണം അത് ഒബിസിറ്റി, ഹൃദ്രോഗങ്ങൾ, കരൾ വീക്കം, കരൾ ക്യാൻസർ, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഫാറ്റി ലിവർ റെക്കഗ്നൈസ് ചെയ്യുവാണെങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒരു വസ്തുതയാണെന്ന് തിരിച്ചറിഞ്ഞുകയാണെങ്കിൽ രോഗിക്ക് ഊർജ്ജസ്വലമായ വ്യായാമം ചെയ്ത് അല്ലെങ്കിൽ ഭക്ഷണം നിയന്ത്രിച്ച് രോഗം മൂർച്ഛിക്കുന്നത് തടയാനും രോഗിക്ക് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകാനും സാധ്യമാണ്. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷമാണ് നമ്മൾ ഈ വസ്തുത തിരിച്ചറിയുന്നതെങ്കിൽ, അപ്പോൾ സിറോസിസ് ഒക്കെ വന്നതിന് ശേഷമാണെങ്കിൽ പിന്നീട് നമുക്ക് എത്ര അധികം ചികിത്സിച്ചാലും ഏതൊക്കെ മരുന്ന് കഴിച്ചാലും നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കരളിനെ മടക്കിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇനി ലളിതമായ ചില ടെസ്റ്റുകൾ വഴി ഈ രോഗം നമുക്ക് നിർണ്ണയിക്കാം. പ്രധാന ഒരു ടെസ്റ്റ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് തന്നെയാണ്. അതുകൂടാതെ അൾട്രാസോണോഗ്രാഫി എന്ന് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട്, അൾട്രാസോണോഗ്രാഫി. ഇതും വളരെ ലളിതമായൊരു ടെസ്റ്റാണ്. ഈ 2 ടെസ്റ്റുകൾ വഴി നമുക്ക് രോഗിയുടെ കരളിൻ്റെ പൊസിഷൻ ഏകദേശം മനസ്സിലാക്കാവുന്നതാണ്. ഇതേ തുടർന്ന് ഇപ്പം പുതുതായിട്ട് വന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, കരളിന് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സ്കാൻ. അതിന് ഫൈബ്രോ സ്കാൻ അല്ലെങ്കിൽ ഇലാസ്റ്റോഗ്രാഫി സ്കാൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇതും നമ്മുടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ലഭ്യമാണ്. മാർസിലിയ മെഡിസിറ്റിയിലും മറ്റ് പല സ്ഥലങ്ങളിലും ഈ സ്കാനിങ് അവൈലബിൾ ആണ്. ഈ സ്കാനിങ് വഴി കരളിൻ്റെ അസുഖത്തിൻ്റെ അതിൻ്റെ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, മൂർച്ഛിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ലളിതമായ ടെസ്റ്റുകളാണ്, ചികിത്സയും താരതമ്യേന ലളിതമാണ്. അത് രോഗി മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ അവരുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് രോഗത്തെ കൺട്രോൾ ചെയ്യുന്നതിനും അസുഖം മൂർച്ഛിക്കുന്നതിനും നമുക്ക് അത് പ്രതിരോധിക്കാനും സാധിക്കുന്ന രീതിയിലേക്ക് മാറാവുന്നത്.